أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى أفلم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح وأطراف النهار لعلك ترضى ولا تمدن عينيك إلى ما متعنا به أزواجا منهم زهرة الحياة الدنيا زهرة الحياة الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة للتقوى وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في الصحف الأولى ولو أنا أهلكناهم بعذاب من قبله لقالوا ربنا لولا أرسلت إلينا رسولا فنتبع آياتك من قبل أن نذل ونخزى قل كل متربص فتربصوا فستعلمون من أصحاب الصراط السوي ومن اهتدى.
صدق الله العظيم. പിന്നെ സൂറത്ത് നമ്പർ 21. റഖം സൂറ 21. സൂറത്ത് നമ്പർ 21. അൽ അംബിയ. തുടങ്ങാം. അംബിയ എന്ന് പറഞ്ഞാൽ നബീന്റെ ബഹുവചനാണ് അംബിയ, പ്രവാചകന്മാർ. ചായ വന്നത്, ചാ വരരുത്. റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اقترب للناس حسابهم وهم في غفلة معرضون. ഗഫ്ലത്തിൻ നൂന് കേൾക്കരുത് എന്ന് പറഞ്ഞു നമ്മളന്ന്. ഇതാം ബിഗുന്നയാണ്, മണിക്കല് മാത്രമേ മിന്ന് കേൾക്കരുത്. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം. മിന്ന് കേൾക്കരുത്, മിൻ റബ്ബിഹിം എന്നാ പറയേണ്ടത്. നൂന് കേൾക്കരുത് എന്നല്ല പറഞ്ഞേ. അതന്നെ അവിടെ നൂൻ ഇല്ലാത്ത രൂപത്തിൽ നമ്മളന്ന് പറഞ്ഞല്ലോ, ഇദാം ബിലാ ഗുന്ന, ശേഷമുള്ള റായിലേക്ക് ചേർത്തിട്ട് മണിക്കാതെ ശ്രദ്ധ ചെയ്ത് ഓതുക. നൂന് ലാം റ എന്തിന്റെ അക്ഷര അത്? ലാം റ എന്തിന്റെ അക്ഷര അത്? രണ്ടും ബിഗുന്നയിൽ എവിടെ റാ ഉള്ളത്? റാ ഇല്ലല്ലോ അതില്. ലാം റാ ഇദ്ഗാം ബിലാഗുന്നന്റെ അക്ഷരങ്ങളാണ്. ബിലാഗുന്ന എന്ന് പറഞ്ഞാല് ചേർത്തിട്ട് ശ്രദ്ധ ചെയ്ത് മണി ചേർത്ത് ശ്രദ്ധ ചെയ്തിട്ട് മണിക്കാതെ ഓതണം. നമ്മളത് നോക്കിയിട്ട് വരണം. നിയമങ്ങള് ഒത്തിൽ വരണമല്ലോ. നമ്മളത് ഞാൻ കുറെ വട്ടം പറഞ്ഞിട്ടുമുണ്ട്. ലാം റാ വന്നാല് തൻവീനെയും നൂനെയും കേൾക്കരുത്. പൂർണ്ണമായിട്ടും ശ്രദ്ധയുള്ള രണ്ടാമത്തെ അക്ഷരം മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. എന്താ കുറെ വട്ടം വന്നത്? എന്താ മൂന്നോട്ടം ഓതുന്നത്? നൂന് നൂനെന്താ പിന്നെയും കേൾക്കുന്നല്ലേ? നൂന് മിർ റബ്ബിഹിം. മാ യഅതീഹിം മിൻ സുക്കൂനുള്ള നൂനിന്റെ കുറെ നിയമങ്ങളുണ്ട്. എല്ലാ നിയമങ്ങളും ശ്രദ്ധിക്കണം. സുക്കൂനുള്ള നൂനും തൻവീനും വന്നാൽ അവിടെ നിയമങ്ങൾ ഉണ്ടാവും. അത് പാലിച്ചിട്ടേ ഓതാൻ പറ്റൂ, വെറുതെ ഓതാൻ പറ്റൂല. ലാഹിയത്തൻ ഖുലൂബുഹും ഇദ്ഹാർ അത് ഇദ്ഹാറാണോ? ഖാഫ്
ഇതാറല്ല. എന്തിന്റെ അക്ഷരം അത്? ഇതാറല്ല, നോട്ട് അടുത്ത് തന്നെ ഉണ്ടാവണം. നമ്മൾ പഠിച്ച് ക്ലിയർ ആക്കുന്നവരെ എഴുതിയ ഭാഗം മുമ്പിൽ തന്നെ ഉണ്ടാവണം. ഇൽഹാറല്ല, ഇദ്ഗാം ബിഗുന്നല്ല, ഇദ്ഗാം ബിലാ ഗുന്നല്ല, ഇഖ്ലാബ് അല്ല. പിന്നെ ഏതാ? പിന്നെ ഒന്നേ ഉള്ളൂ ബാക്കി. അഞ്ചാമത്തെ നിയമം. ഞാൻ ഗ്രൂപ്പിൽ അയച്ചിരുന്നല്ലോ ക്ലാസ് നോട്ട്. ഈ 5 നിയമങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഏതാ? ഞാൻ ഗ്രൂപ്പിൽ അയച്ചിരുന്നില്ലേ ക്ലാസ് നോട്ട്? ഈ 4 നിയമങ്ങളെല്ലാം പിന്നെ ഏതാ? അഞ്ചാമത്തെ നിയമം. ഇഖ്ഫാ ആണ്. ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. നമുക്കത് കിട്ടണം, ഓൺ ദി സ്പോട്ടിന് കിട്ടണം. കുറെ പരത്തുമ്പോൾ കുറെ ടൈം എടുക്കും. അതുകൊണ്ടാണ് ലാഹിയത്തിന് ഓതിയത്. നിയമം എന്തെന്ന് അറിയാത്തതുകൊണ്ട്. ലാഹിയതൻ ഖുലൂബുഹും. പോയി ലാഹിയല്ല, ലാഹിയതൻ ഖുലൂബുഹും. നൂന് കേൾക്കരുത്, മണി മാത്രം. ലാഹിയതൻ ഖുലൂബുഹും وأسروا النجوى الذين ظلموا هل هذا രണ്ടും ഹ ആണ്. هل هذا إلا بشر مثلكم. إلا بشر مثلكم. അവിടെ മീമല്ല, തൻവീന് മീം. ഇദ്ഗാം ബിഗുന്ന ചെയ്യണം. ഒരു നിയമം വരുന്ന സമയം അവിടെ നമ്മൾ തൻവീനോ സുക്കൂനോ നൂനോ വന്നു കഴിഞ്ഞാൽ ഉറപ്പിക്കുക അവിടെ എന്തോ ഒരു നിയമം ഉണ്ട് എന്നുള്ളത്. നമ്മൾ ആ നിയമം സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റൂല, പാലിച്ചിട്ടേ പോകാൻ പറ്റൂ. هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. തുബ്സിറൂൻ പറ്റൂല, ബ ഖൽഖലത്തുള്ള അക്ഷരാണ്. സ്വന്തമായി നമ്മളെ കൽക്കലത്തുള്ള 5 അക്ഷരങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതും കുറെ വട്ടം പറഞ്ഞിട്ടുണ്ട്. കൽക്കലത്ത് പറ്റൂല, തൂബ്. وأنتم تبصرون. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام. അയിനല്ല, ഗൈനാണ്. അദ്ഗാസു തൊണ്ടയുടെ മേലെ അറ്റത്ത് വരണം. بل قالوا أضغاث أحلام بل افتراه. أضغاث أحلام بل افتراه. أضغاث أحلام بل افتراه بل هو شاعر. ഷാഇർ എന്ന് നിർത്താൻ പറ്റോ? ഷാഇർ എന്ന് നിർത്താൻ പറ്റോ? ബൽ ഹുവ ഷാഇർ. സുക്കൂൻ ഉണ്ടല്ലേ നിർത്താൻ പാടുള്ളൂ എവിടെയാണെങ്കിലും.
بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية بل هو شاعر بل هو شاعر ഷാഹി അല്ല ഷാഇ ഐനത് ഐന് ഹ ആണ് ഹ ഐനാണ് بل هو شاعر ഷാഇറുൻ فليأتنا കണ്ടാൻ بآية നൂന് കേട്ട അവിടെ മണിക്കുക നൂന് കേൾക്കരുത് بل هو شاعر فليأتنا بآية كما أرسل الأولون ഹസ്ബുക് അഹ്സൻത് ഈ നമ്മൾ എടുത്ത് ബേജാറാക്കിയിട്ട് കൊള്ളില്ല. നമ്മൾ ഈ ക്ലാസ്സിൽ മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ള ഫ്രീ ഉള്ള സമയങ്ങൾ ഓതുമ്പോഴും ഈ നിയമങ്ങൾ പാലിച്ചിട്ട് തന്നെ ഓതണം. അപ്പോൾ ഇത് ഓത്ത് ക്ലിയർ ആവും. നമ്മൾ ക്ലാസ്സിൽ മാത്രം തിരുത്തി തന്നാൽ ഇവിടെ മാത്രമേ ഉണ്ടാവും. ഈ 5 നിയമങ്ങൾ ക്ലിയർ ആയിട്ട് അതിന്റെ അക്ഷരങ്ങളും എല്ലാ ഗ്രൂപ്പിലും നമ്മള് ഫസ്റ്റില് പിന്നെ ഇബാറും ഇദാമിനെ കുറിച്ച് വരെ പറഞ്ഞിട്ടുള്ളത് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളത്. അതെ ഞാനത് ക്ലാസ് നോട്ട് ഇട്ടിട്ടുണ്ട്, ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാം. പിന്നെ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون أهلكناها هاولي وما أرسلنا എന്തിൻ്റെ പ്രശ്നം? എങ്ങനെ ഒരു മിനിറ്റ് വേറെ അതിനെ എപ്പോൾ തുടങ്ങി എന്താ പ്രശ്നം വെച്ചാൽ വെയിറ്റ് ചെയ്യണോ? വീട്ടിലെ പോയിട്ട് വരുമ്പോൾ ക്ലാസ്സില്ലേ, എപ്പോൾ എല്ലാവരും ഓനെ കൂട്ടിക്കൊണ്ട് അവൻ്റെ ക്ലാസ് നഷ്ടപ്പെടുന്നതല്ലേ. പരീക്ഷയല്ല. آمنت أيقول وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون وما جعلناهم جسدا لا يأكلون الطعام. എൻ്റെ സ്ക്രീൻ നോക്കിയിട്ട് വരുന്നുള്ളതാ? എൻ്റെ സ്ക്രീൻ നോക്കിയിട്ട് വരുന്നുള്ളതാ? لا يأكلون الطعام. لا يأكلون الطعام وما كانوا خالدين ثم صدقناهم فأنجيناهم പറ്റൂല, അവിടെ ഇഖ്ഫാ ചെയ്തിട്ടില്ല. فأنجيناهم ومن نشاء وأهلكنا مسرفين. ഒന്നുകൂടെ فأنجيناهم فأنجينا ومن نشاء وأهلكنا وأهلكنا المسرفين. لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. وكم قصرنا من قرية നൂന് കേൾക്കരുത്, ഇഖ്ഫായില് നൂന് കേൾക്കരുത്.
മണിച്ചിട്ട് അടുത്ത അക്ഷരം പറയുക. وكم قصمنا قرية كانت അവിടെ അങ്ങനെ തന്നെ ظالمة. അവിടെ ഉണ്ടല്ലോ ഇഖ്ഫ. അൽഹംദുലില്ലാ. തൻവീൻ ശേഷം കാഫ്. അതെ അതിപ്പോ ചെയ്തില്ലേ. وكم قصمنا قرية كانت ظالمة وأنشأنا بعدها قوما آخرين فلما أحسوا بأسنا إذا منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون قالوا يا ويلنا إنا ഒന്നുകൂടെ. قالوا يا ويلنا فما زالت تلك دعوى حتى جعلنا نصيبا حاملا. എന്തോ ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ് അല്ലെ? അവിടെ ഉള്ള ഷാനിക്ക ഞാനിപ്പോ നാട്ടിലുള്ള ഒരു മട്ടൻ വരലുള്ള അല്ലേ? വീട്ടില് വീട്ടിലല്ല, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ്. ഇന്ന് ഡിസ്ചാർജ് ആവും. വൈഫോ? അതായത് പിന്നെ ആണ് പ്രസവത്തിന് ശേഷമുള്ള ഒരു എന്ത് സിസേറിയനാ? സിസേറിയനായിരുന്നു. അല്ല, അതിന്റെ നോർമൽ ട്രീറ്റ്മെന്റ് അത് 40 ദിവസത്തേക്കുള്ള. ഓക്കെ ഓക്കെ. فما زالت ഒന്നുകൂടെ. فما زالت تلك دعوى حتى جعلنا حصيدا حاملا. حسبك حسبك أحسنت بارك الله فيكم جميعا. നമ്മൾ നിയമം ഏതുവരെ പറഞ്ഞത്? എത്രയാ പറഞ്ഞ നിയമങ്ങള്? കഴിഞ്ഞ ക്ലാസ്സിന്റെ റെക്കോർഡിംഗ് ഇട്ടിരുന്നു രണ്ടിന്റെയും. റെക്കോർഡിങ് ഇട്ടത് കണ്ടിരുന്നോ? ആ പിന്നെ നമ്മള് ഏതുവരെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്? ഇത് ആംബിഗുന്നല്ലേ പറഞ്ഞത്? ഓക്കെ, ഇത് ആംബിഗുന്നയിൽ നമ്മള് പിന്നെ അപ്പൊ ഇൽഹാർ എന്താ പറഞ്ഞത്? നിയമം 1 ഇൽഹാർ. സുക്കൂനുള്ള നൂനിന്റെയോ തൻവീനിന്റെയോ ശേഷം തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഹംസ്, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ ഈ 6 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ വ്യക്തമാക്കി ഓതണം. മണിക്കരുത്, മണിക്കാതെ വ്യക്തമാക്കി ഓതണം എന്നർത്ഥം. അതാ നിയമം 1 ഇൽഹാർ എന്ന് പറഞ്ഞാൽ. ഈ 6 അക്ഷരങ്ങളും തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളാണ്. നമ്മൾ മഖ്റജ് പഠിച്ച സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ? ഹംസ് ഹ തൊണ്ടയുടെ താഴെയറ്റം, ഐൻ ഹ തൊണ്ടയുടെ നടുഭാഗം, ഗൈൻ ഖ തൊണ്ടയുടെ മേൽഭാഗം. ഈ 3 ഭാഗത്തു നിന്നാണ് ഈ 2 അക്ഷരങ്ങളായിട്ട് വരുന്നത്. അപ്പം ഈ നിയമങ്ങൾ ബാധകമാകുന്നത് നമ്മൾ ഈ പറയുന്ന 5 നിയമങ്ങളും സുക്കൂനുള്ള നൂനിന്റെയും തൻവീന്റെയും നിയമങ്ങളാണ്. ആരുതല്ല? ശേഷം വരുന്ന അക്ഷരങ്ങളുടെ നിയമമല്ല. ശേഷം വരുന്ന അക്ഷരങ്ങളുടെ നിയമമല്ല. പിന്നെയോ ശേഷം ഈ അക്ഷരങ്ങൾ വരുന്ന സമയത്ത് സുക്കൂനുള്ള നൂനിനും തൻവീനിനും എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നിയമം പറയുന്നത്. അപ്പോൾ ഈ 6 അക്ഷരങ്ങൾ വരുന്ന സമയത്ത് സുക്കൂനുള്ള നൂനിനും തൻവീനിനും ഇൽഹാർ കൊടുക്കണം, അഥവാ സുക്കൂനുള്ള നൂനിനെയും തൻവീനെ വ്യക്തമാക്കി ഓതേണ്ടി വരും.
അതാ സംഭവിക്കുന്നത്. നിയമം 2 നമ്മളെന്ത് പറഞ്ഞത്? നിയമം 2 ഇദ്ഗാമിൽ തന്നെ 2 വിധം അല്ലേ? ഒന്ന് ഇദ്ഗാമും ബിഗുന്ന, മണിക്കലോട് കൂടി ഇദ്ഗാം ചെയ്യുക. മറ്റൊന്ന് ഇദ്ഗാമും ബിലാ ഗുന്ന, മണിക്കാതെ ഇദ്ഗാം ചെയ്യുക. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനെ കുറിച്ചാണ് എന്ത് പറയുന്നത്? ഇദ്ഗാം എന്ന് പറയുന്നത്. സാധാരണ ഇദ്ഗാം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇദ്ഗാം എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ശേഷമുള്ള അക്ഷരവുമായിട്ട് കൂട്ടിച്ചേർക്കുക. സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ശേഷമുള്ള അക്ഷരവുമായിട്ട് കൂട്ടിച്ചേർക്കുക, അതാണ് ഇദ്ഗാം. അവിടെ തന്നെ 2 രൂപം, ഒന്ന് മണിക്കാതിരിക്കുക, മറ്റൊന്ന് മണിക്കുക. ബിഗുന്ന എന്ന് പറഞ്ഞാൽ മണിച്ചുകൊണ്ട് ചേർക്കുക, ബിലാ ഗുന്ന എന്ന് പറഞ്ഞത് മണിക്കാതെ ചേർക്കുക. അപ്പോൾ എന്താണ് ഒന്നാമത്തേത്, അഥവാ നമ്മളെ നിയമത്തിൽ രണ്ടാമത്തേത്, ഇദ്ഗാമിൽ ഒന്നാമത്തേത് ഏതാണ്? ഇദ്ഗാമും ബിഗുന്ന. സുക്കൂനുള്ള നൂനിൻ്റെയോ തൻവീൻ്റെ ശേഷം നൗമി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉറക്ക് എന്ന അറബിയിൽ അർത്ഥം. നൗമി എന്ന് പറഞ്ഞാൽ ഉറക്ക്, നൗമി എൻ്റെ ഉറക്ക്. അപ്പം നൂൻ, വാവ്, മീം, യ ഈ 4 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരക്ഷരം വന്നു കഴിഞ്ഞാൽ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ശേഷമുള്ള അക്ഷരവുമായി ചേർത്തിട്ട് മണിച്ചിട്ട് ഓതണം. ശേഷമുള്ള അക്ഷരവുമായി ചേർത്തിട്ട് മണിച്ചിട്ട് ഓതണം. അതാ ഇവിടെ ഉദാഹരണം ഇതാ. അപ്പോൾ ഇതിൻ്റെ ഉദാഹരണം എങ്ങനെയാണ്? സുക്കൂനുള്ള നൂനിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ നമ്മൾ ഇവിടെ 3 കോളം കണ്ടില്ലേ? സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ ഇൽഹാറിൻ്റെ അക്ഷരം വന്നത്, സുക്കൂനുള്ള നൂനിന് ശേഷം അടുത്ത പദത്തിൽ ഇൽഹാറിൻ്റെ അക്ഷരം വന്നത്, തൻവീന് ശേഷം ഇൽഹാറിൻ്റെ അക്ഷരം വന്നത്, ഇങ്ങനെ 3 റോ കണ്ടില്ലേ ഇവിടെ? ഇദ്ഗാമിൻ്റെ ഒരു പ്രത്യേകത, ഇദ്ഗാം എപ്പോഴും 2 പദത്തിലായിട്ട് ഉണ്ടാവും. ഒരിക്കലും ഒറ്റ പദത്തിൽ ഇദ്ഗാം ചരിത്രത്തിൽ ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ചരിത്രത്തിൽ ഖുർആനിൽ ഉണ്ടാവില്ല. ഒറ്റ പദത്തിലായിട്ട് ഇദ്ഗാം ഒരിക്കലും വരില്ല. ഇദ്ഗാം ആവണോ 2 പദമായിരിക്കണം. എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ ഇദ്ഗാമിൻ്റെ അക്ഷരം വന്നിട്ട് ഇദ്ഗാം ചെയ്യുന്ന രൂപം ഖുർആനിൽ ഇല്ല. ഇൽഹാറിൽ അതുണ്ട്. സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ ഹംസ് വന്നു, അല്ലെങ്കിൽ ഹ വന്നു, ഐന് വന്നു എങ്കിൽ ഇൽഹാർ ചെയ്യും. സുക്കൂനുള്ള നൂനിന് ഒരു പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന് വന്നു, തൊട്ടടുത്ത പദത്തിൻ്റെ തുടക്കത്തിൽ ഹംസ് വന്നു, ഹ വന്നു, ഐന് വന്നു, എന്നാൽ ഇൽഹാർ ചെയ്യും. അവിടെ 2 രൂപമുണ്ട്. പക്ഷേ ഇദ്ഗാമിൻ്റെ സ്ഥലത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ ഈ അക്ഷരം വരുന്ന രൂപം ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂനുള്ള നൂന് വന്നു, തൊട്ടടുത്ത പദത്തിൻ്റെ തുടക്കത്തിൽ ഇദ്ഗാമിൻ്റെ അക്ഷരം വന്നു, അല്ലെങ്കിൽ തൻവീന് വന്നു, അതിനുശേഷം ഇദ്ഗാമിൻ്റെ അക്ഷരം വന്നു. ഇങ്ങനെ 2 രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. തൻവീനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. തൻവീൻ ഒരിക്കലും ഒരു പദത്തിൻ്റെ തുടക്കത്തിലോ ഇടയിലോ വരുന്നതല്ല. പിന്നെയോ ഒടുക്കത്തിൽ മാത്രം, ഒരു പദത്തിൻ്റെ അവസാനത്തിൽ മാത്രം, എൻഡിങ്ങിൽ മാത്രം എന്തുണ്ടാവും? തൻവീൻ ഉണ്ടാവും. സ്റ്റാർട്ടിങ്ങിലും ഉണ്ടാവില്ല, ഇടയിലും ഉണ്ടാവില്ല. ക്ലിയർ അല്ല? അപ്പോൾ യാഹിൻ്റെ ഉദാഹരണം നോക്ക്. സുക്കൂനുള്ള നൂനിന് ശേഷം അടുത്ത പദത്തിൽ യാ വന്നു. വമൻ യഖുൽ നൂനിനെ എന്ത് ചെയ്തു? യായിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ട് ഓതി. തൻവീന് ശേഷം യാ വന്നു. ലിഖൗമി യസ്മഊൻ തൻവീന് ശേഷം യാ വന്നപ്പോൾ തൻവീനിനെ യായിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ട് ഓതി. നൂനിൻ്റെ ഉദാഹരണം, സുക്കൂനുള്ള നൂനിന് ശേഷം അടുത്ത പദത്തിൽ നൂന് വന്നു. മിൻ നബാത്ത് സുക്കൂനുള്ള നൂനിന് ശേഷം നൂന് വന്നപ്പോൾ സുക്കൂനുള്ള നൂനിനെ ശേഷമുള്ള നൂനിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ട് ഓതി. അടുത്തത് തൻവീന് ശേഷം നൂന് വന്നു. യൗമഇദിൻ നാഇമ തൻവീന് ശേഷം നൂന് വന്നപ്പോൾ തൻവീനിനെ ശേഷമുള്ള നൂനിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ട് ഓതി. സിമ്പിൾ. ഇനി മീമിൻ്റെ ഉദാഹരണം, സുക്കൂനുള്ള നൂനിന് ശേഷം മീം വന്നു. മിമ്മാൽ സുക്കൂനുള്ള നൂനിന് ശേഷം മീം വന്നപ്പോൾ സുക്കൂനുള്ള നൂനിനെ ശേഷമുള്ള മീമിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ട് ഓതി. അടുത്ത തൻവീന് ശേഷം മീം. സുഹുഫൻ മുതഹ്ഹറ തൻവീന് ശേഷം മീം വന്നപ്പോൾ തൻവീനിനെ ശേഷമുള്ള മീമിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ട് ഓതി. ഇനി വാവിൻ്റെ ഉദാഹരണം, സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നു.
മിൻ വലി. സുക്കൂനുള്ള നൂനിന് ശേഷം വാവ് വന്നപ്പോൾ നൂനിനെ വാവിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ട് ഓതി. തൻവീന് ശേഷം വാവ്. ഖൈറുൻ വഅബ്ഖാ. ഖൈറുൻ വഅബ്ഖാ. തൻവീന് ശേഷം വാവ് വന്നപ്പോൾ തൻവീനിന് ശേഷമുള്ള വാവിലേക്ക് ചേർത്തിട്ട് മണിച്ചിട്ട് ഓതി. സിമ്പിൾ. ഇവിടെ തന്നെ ഈ ഇദാം ബിഗുന്നയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, സബ് കാറ്റഗറി. അത് പഠിക്കണമെന്നില്ല, 2 കാറ്റഗറി. പഠിക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്കിത് ഓതുമ്പോൾ കാര്യം ക്ലിയർ ആയിക്കോളും. അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. ഓത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും, പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഇവിടെ നമ്മൾ കണ്ടില്ലേ, സുക്കൂനുള്ള നൂനിന് ശേഷം നൂന് വരുമ്പോഴും അതേപോലെ തൻവീന് ശേഷം നൂന് വരുമ്പോഴും സുക്കൂനുള്ള നൂനിന് ശേഷം മീമ് വരുമ്പോഴും അതേപോലെ തൻവീന് ശേഷം മീമ് വരുമ്പോഴും എന്തുണ്ട്? മദ്ദല്ല, ഷദ്ദുണ്ട്. അതെ, നൂനിന്റെ മുകളിലും മീമിന്റെ മുകളിലും ഷദ്ദുണ്ട്. അപ്പൊ സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെയോ ശേഷം നൂൻ മീം ഈ 2 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ശേഷമുള്ള അക്ഷരത്തിന് ഷദ്ദ് ഉണ്ടാവും. യാ വാവ് വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? ഷദ്ദ് ഉണ്ടാവില്ല. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ സുക്കൂനുള്ള നൂന് അതേപോലെ സുക്കൂനുള്ള മീമ് ഈ 2 സ്ഥലങ്ങളിലും ഇദ്ഗാം പൂർണ്ണമായി നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അല്ല ഇദ്ഗാമുൽ കാമിൽ എന്ന് പറയും. സുക്കൂനുള്ള നൂനിൻ്റെ അടുത്തും സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീൻ്റെ ശേഷം നൂന് വരുമ്പോഴും മീമ് വരുമ്പോഴും പൂർണ്ണമായി ഇദ്ഗാം നടക്കുന്നത് കൊണ്ടാണ് രണ്ടാമത്തെ അക്ഷരത്തിന് എനിക്ക് എന്ത് വരുന്നത്? ഷദ്ദ് വരുന്നത്. പിന്നെ സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീൻ്റെയും ശേഷം യാ വാവ് ഈ 2 അക്ഷരങ്ങൾ വരുന്ന സമയത്ത് പൂർണ്ണമായ ഇദ്ഗാം നടക്കാത്തത് കൊണ്ടാണ് അവിടെ എന്ത്? രണ്ടാമത്തെ അക്ഷരത്തിന് എനിക്ക് എന്തില്ലാത്തത്? യായിന്റെ മുകളിലും വാവിന്റെ മുകളിലും റൗഫ്ഖാന് തിരിയുന്നില്ലേ? ഷദ്ദ് ഇല്ലാത്തത്, യായിന്റെയും വാവിന്റെയും മുകളിൽ ഷദ്ദ് ഇല്ലാത്തത്. അപ്പൊ എന്ന് പറഞ്ഞാൽ അവിടെ പൂർണ്ണമായ ഇദ്ഗാം നടക്കുന്നില്ല. അതിനെക്കുറിച്ച് അൽ ഇദ്ഗാമുൻ നാഖിസ് എന്ന് പറയും, ഭാഗികമായ ഇദ്ഗാം. മറ്റേത് പൂർണ്ണമായ ഇദ്ഗാം. അങ്ങനെ ചെയ്യുമ്പോൾ നൂനിന്റെ മഖ്റജിലേക്ക് നാവ് വെച്ച് വരുവോ? ഇവിടെ ഇദ്ഗാം ഈ വാവിലിയായി ഇല്ല, വാവിലിയായാലും വരൂല. അങ്ങനല്ല, അവിടെ നൂനിലേക്ക് എന്തായാലും ടച്ച് വരില്ല. പിന്നെ അവിടെ സംഭവിക്കുന്ന എന്താണ്? നമ്മൾ ഇവിടെ നൂൻ പിന്നെ ഈ 2 നൂനും മീമും വരുന്നിടത്ത് ഈ മണി എന്തിന്റെ മണിയാണ് യഥാർത്ഥത്തിൽ? ഈ രണ്ടാം ഷദ്ദുള്ള നൂനിന്റെയും ഷദ്ദുള്ള മീമിന്റെ മണിയാണ് വരുന്നത്. ഈ നൂനും മീമും വരുന്നിടത്ത് വരുന്നൊരു മണിയുണ്ടല്ലോ, മണിക്കണമല്ലോ. ആ മണി ഷദ്ദുള്ള നൂനിന്റെയും ഷദ്ദുള്ള മീമിന്റെയും മണിയാണ്. അതായത് ഇദ്ഗാം ബിഗുന്ന ആവുന്ന സമയത്ത് ഉന്നത്ത് വരണം, മണിക്കണം. ആ മണി എവിടുന്നാ വരുന്നത്? അൽ ഇദ്ഗാമുൽ കാമിലാകുന്ന പിന്നെ നൂന് വരുന്നിടത്തും മീമ് വരുന്നിടത്തും പൂർണ്ണമായി ഇദ്ഗാം നടക്കുന്ന നൂനും മീമും വരുന്നിടത്ത് മണി വരുന്നത് ഷദ്ദുള്ള നൂനെന്നും ഷദ്ദുള്ള മീമെന്നുമാണ്. എന്ന് പറഞ്ഞാൽ ഭാഗികമായി ഇദ്ഗാം നടക്കുന്ന യാവും വാവുള്ളിടത്ത് മണി വരുന്നത് സുക്കൂനുള്ള നൂനെന്നാണ് യഥാർത്ഥത്തിൽ, യാ എന്നല്ല. കാരണം യായിനിക്കും വാവിനിക്കും എന്തില്ല? അടിസ്ഥാനപരമായിട്ട് മണി എന്ന സംഭവം ഇല്ലല്ലോ. പോയാ റൗഫ്ഖാൻ തിരിഞ്ഞാ? തിരിഞ്ഞില്ലേ? നമ്മൾ മുമ്പേ പറയലുണ്ടല്ലോ, ഷദ്ദുള്ള നൂനിനെയും ഷദ്ദുള്ള മീമിനെ എപ്പോഴും മണിക്കണം. അപ്പൊ പൂർണ്ണമായ ഇദ്ഗാം ഇവിടെ എന്താകുന്നുണ്ട്? പൂർണ്ണമായ ഇദ്ഗാം നടക്കുന്നിടത്ത് നൂന് പൂർണ്ണമായിട്ടും ശേഷമുള്ള നൂനിലേക്കും നൂന് പൂർണ്ണമായതിനു ശേഷമുള്ള മീമിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഷദ്ദ് വരുന്നത്. ഇവിടെ ഭാഗികമായ ഇദ്ഗാം നടക്കുന്ന യാഇന്റെയും വാവിന്റെ അടുത്ത് ഭാഗികമായ ഇദ്ഗാം നടക്കുന്നിടത്ത് എന്ത് യക്ക് വരുന്നത്? ഭാഗികമായ ഇദ്ഗാം നടക്കുന്നിടത്ത് ഈ നൂനിന്റെ ഉന്നത്ത് ബാക്കിയായിട്ടാണ് ശേഷമുള്ള യായിലേക്ക് ചേർന്നത്, ശേഷമുള്ള വാവിലേക്ക് ചേർന്നത്. എന്ന് പറഞ്ഞാൽ വമയ്യഖുൽ എന്ന് പറയുന്ന സമയത്തുള്ള ഉന്നത്ത് സുക്കൂനുള്ള നൂനിന്റെ ഉന്നത്താണ്. മിമ്മാൽ എന്ന് പറയുന്ന സമയത്ത് മിമ്മാൽ എന്ന് പറയുന്ന സമയത്ത് വരുന്ന ഉന്നത്ത് സുക്കൂനുള്ള നൂനിന്റെ അല്ല, പിന്നെയോ ഷദ്ദുള്ള മീമിന്റെ ആണ്.
മിൻ നബാത്ത് എന്ന് പറയുന്ന സമയത്ത് സാക്കിനായ നൂനിന്റെ അല്ല, പിന്നെ ശേഷമുള്ള ഷദ്ദുള്ള നൂന്റെ ഉന്നത്താണ്. മ്യൂ വലി എന്ന് പറയുന്ന സമയത്തുള്ള ഉന്നത്ത് വാവിന്റെ അല്ല, പിന്നെയോ സുക്കൂനുള്ള നൂനിന്റെ ആണ്. അപ്പൊ ഭാഗികമായി ഇദ്ഗാം നടക്കുന്നിടത്ത് സുക്കൂനുള്ള നൂനിന്റെയും തൻവീന്റെയും ആയിരിക്കും ഉന്നത്ത് ഉണ്ടാവുക. പൂർണ്ണമായി ഇദ്ഗാം നടക്കുന്നിടത്ത് ശേഷമുള്ള ഷദ്ദുള്ള നൂനിന്റെയും ഷദ്ദുള്ള മീമിന്റെ ആയിരിക്കും ഉന്നത്ത് ഉണ്ടാവുക. റൗഫ്ക്ക് ഒന്ന് ആവർത്തിച്ച് കേൾക്കണം കേട്ടോ. മനസ്സിലായില്ലേ പറഞ്ഞത്? എന്തായാലും കേൾക്കേണ്ടി വരും. പിന്നെ ഇനി നമുക്ക് ഇവിടെ അറിയാം, പിന്നെ സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ ഈ ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അത് നമ്മൾ 4 പദങ്ങൾ പറഞ്ഞോ? ഖിൻവാൻ, സിൻവാൻ, ബുന്യാൻ, ദുന്യ. അപ്പൊ അതെല്ലാം കഴിഞ്ഞില്ലേ ഈ പാഠമല്ലോ? അപ്പൊ ഈ 4 പദങ്ങൾ നമ്മൾ എവിടെയൊക്കെ ഉണ്ടെന്നുള്ള പറഞ്ഞിരുന്നു. അപ്പോ സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യൂല, പിന്നെയോ ഇൽഹാറ ചെയ്യേണ്ടത്. അഥവാ സിൻവാൻ സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ വാവ് വന്നു. ഖിൻവാൻ സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ വാവ് വന്നു. പിന്നെ ബുന്യാൻ സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ യാ വന്നു. ദുന്യ സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ യാ വന്നു. അപ്പോ ഈ 4 സ്ഥലങ്ങളിലും ഖുർആനിൽ ഈ 4 പദങ്ങൾ മാത്രമേ ഉള്ളൂ. ഖുർആനിൽ ഈ 4 പദങ്ങൾ മാത്രമേ ഉള്ളൂ. എന്തായിട്ട്? സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ ഇദ്ഗാമിന്റെ അക്ഷരങ്ങൾ വന്നിട്ട് ഇൽഹാർ ചെയ്യേണ്ട അക്ഷരങ്ങൾ ഈ 4 പദങ്ങൾ മാത്രമേ ഉള്ളൂ ഖുർആനിൽ. നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എന്താ അത് എക്കോ വരുന്നത് റബ്ബേ? നേരത്തെ ഉണ്ടായിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അനുഭവിക്കുന്നു? ഇപ്പൊ ഷാനിക്ക പോയി വന്നതിന് ശേഷം വരുന്നുള്ളത്. പിന്നെ ഇനി അപ്പൊ ഇനി നമുക്ക് നിയമം 3 അതും കൂടെ പറഞ്ഞു നിർത്താം. നിയമം 3 ഒന്ന് കേൾക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആവർത്തിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കേട്ടിരുന്ന പ്രശ്നമില്ല. സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെ ശേഷം ലാം റ ഈ 2 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ ശേഷമുള്ള അക്ഷരവുമായി ചേർത്തിട്ട് ഷദ് ചെയ്തിട്ട് മണിക്കാതെ ഓതണം. അതിനെ കുറിച്ചാണ് ഇദ്ഗാം ബിലാ ഗുന്ന എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സുക്കൂനുള്ള നൂനിന് ശേഷം ലാം വന്നതിന്റെ ഉദാഹരണം മില്ലദുൻ എന്ന് പറഞ്ഞാല് സുക്കൂനുള്ള നൂന് തൻവീന് കേൾക്കാനേ പാടില്ല, ശേഷമുള്ള ഷദ്ദുള്ള അക്ഷരം മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, മണിക്കാനും പാടില്ല. മില്ലദുൻ തൻവീന് ശേഷം ലാം വന്നാൽ ഖൈറുൽ ലക്കും, സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നാൽ മിർ റബ്ബിക്, തൻവീന് ശേഷം റാ വന്നാൽ ഖൈറു എന്താണ് ഗഫൂറുർ റഹീം, ഗഫൂറുർ റഹീം, മിർ റബ്ബിക്, മില്ലദുൻ, ഖൈറുൽ ലക്കും. അപ്പൊ എന്ത് പറ്റൂല? മിൻ ലദുൻ, ഖൈറുൻ ലക്കും, മിൻ റബ്ബിക്, ഗഫൂറുൻ റഹീം. വലിയ തെറ്റാണത്. എന്ന് പറഞ്ഞാൽ ശേഷമുള്ള ലാമിനിക്കും റായിനിക്കും ഷദ്ദു കൊടുക്കാതെ നൂനിനെ വെളിവാക്കി പറയുക, അത് ഇൽഹാറാണ്. മിൻ ലദുൻ എന്ന് പറഞ്ഞാൽ ഇൽഹാറാണ്. മില്ലദുൻ നൂന് കേൾക്കാനേ പാടില്ല. ഖൈറുൻ ലക്കും എന്ന് പറഞ്ഞാൽ ഇൽഹാറാണ്, തെറ്റാണത്. പിന്നെയോ നൂന് തൻവീന് കേൾക്കാൻ പാടില്ല. ഖൈറുൽ ലക്കും, ഖൈറുൽ ലക്കും. അതേപോലെ മിൻ റബ്ബിക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മിർ റബ്ബിക്. ഗഫൂറുൻ റഹീം തെറ്റാണ്. ഗഫൂറുർ റഹീം. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു സ്ഥലം, പിന്നെ ഖുർആനിലെ എല്ലാ സ്ഥലങ്ങളിലും ഒന്ന് മ്യൂട്ടാക്ക രണ്ടാളും. എന്തിപ്പോ ഇത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആണെന്നല്ലോ.
ഹലോ ആ നിന്ന് സംഗതി നിന്ന് അതെ. ഷാനിക്ക അൺമ്യൂട്ട് ആക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. എന്തോ കാര്യമായിട്ടുണ്ട്, എന്തോ ഒരു കണക്ഷൻ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇതാ ഇനി നമുക്കൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. എന്താണ്? ഖുർആനിൽ ഒരു സ്ഥലത്തിൽ സുക്കൂനുള്ള നൂനിന് ശേഷം റാ വന്നിട്ടും ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്യാതെ ഇൽഹാർ ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. ഇൽഹാർ ചെയ്യേണ്ട ഒരു സ്ഥലമുണ്ട്. സൂറത്തുൽ ഖിയാമയിലാണ് ആ സ്ഥലം. സൂറത്തുൽ ഖിയാമയാണ്. ആ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പിന്നെ ഖിൻവാൻ ബുന്യാൻ അല്ല ഖിൻവാൻ സിൻവാൻ ബുന്യാൻ ദുന്യ എന്ന് പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഏതൊക്കെ സ്ഥലങ്ങളിൽ അത് ഉള്ളു നമ്മൾ പറഞ്ഞിരുന്നു. ആ സ്ഥലങ്ങൾ നോട്ട് ചെയ്യണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ കണ്ടില്ലേ? പിന്നെ 27-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഖിയാമയിൽ 27-ാമത്തെ ആയത്ത്, വഖീല മൻ റാഖ്, വഖീല മൻ റാഖ്. ഇവിടെ എന്താ? സുക്കൂനിലെ നൂനിന് ശേഷം റാ വന്നു, എന്നാലും എന്ത് ചെയ്യരുത്? ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്യരുത്. കാരണം ഇവിടെ എന്തുണ്ട്? സക്തയുണ്ട്. സക്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ അല്പം നിർത്തുക. ശ്വാസം വിടാതെ അല്പം നിർത്തി ശേഷം ഓതുന്നതിനെ കുറിച്ചാണ് സക്ത എന്ന് പറയുന്നത്. അവിടെ സക്ത കൊടുക്കൽ നിർബന്ധമായതുകൊണ്ട് തന്നെ ഇവിടെ എന്തില്ല? ഇദ്ഗാം ബിലാ ഗുന്ന ഇല്ല. ഇദ്ഗാം ബിലാ ഗുന്ന ഇല്ല എന്നതിൻ്റെ അടയാളമാണ് സുക്കൂനുള്ള നൂനിന് മുകളിൽ എന്തുണ്ട്? സുക്കൂനുള്ള നൂനിന്റെ മുകളിൽ എന്തുണ്ട്? പറയൂ. സുക്കൂണിന്റെ മുകളില് പിന്നെ ഇദ്ഹാറിന് ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു റൗണ്ട് ഉണ്ട്. സുക്കൂൻ ഉണ്ട്. സുക്കൂനുള്ള നൂനിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ട്. റായിന്റെ മുകളിൽ എന്തില്ല? ഷദ്ദില്ല. നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കി, ബാക്കിയുള്ള സ്ഥലങ്ങൾ ഷദ്ദില്ലല്ലോ അവിടെ. നമ്മൾ സാധാരണ സ്ഥലങ്ങളിൽ ഉണ്ടാവൂല അത്. നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ എന്തുണ്ടാവുന്നുള്ളത്. ഉദാഹരണം നോക്കൂ. ഇവിടെ എവിടെ 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 നൂനിന് ശേഷം ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്യുന്ന ഒരു രൂപം. ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഭയങ്കര പരസ്യമെന്ന്. നെറ്റ് ഓൺ ആക്കിയിട്ട് ഖുർആൻ തുറന്ന ഫുള്ള് പരസ്യം തന്നെ. ഇവിടെ കണ്ടില്ലേ? ഇവിടെ കണ്ടില്ലേ? 7-ാമത്തെ ആയത്ത് ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്യേണ്ട ആയത്താണ്. സുക്കൂനിലെ നൂനിന് ശേഷം റാ വന്നു. അവിടെ സുക്കൂനിലെ നൂനിന്റെ മുകളിൽ എന്തില്ല? റൗഫ്ക്ക് എന്തില്ല? കാണുന്നില്ലേ? 7-ാമത്തെ ആയത്ത് ഹുസ്തഗ്ന കണ്ടില്ലേ? അവിടെ സുക്കൂനിലെ റായിന്റെ മുകളിൽ എന്തുണ്ട്? അവിടെ എന്തില്ല? സുക്കൂനിലെ നൂനിന്റെ മുകളിൽ സുക്കൂൻ ഉണ്ടായിരുന്നു, റായിന്റെ മുകളിൽ ഷദ്ദില്ല. എന്ന് പറഞ്ഞാൽ അവിടെ ഇദ്ഗാം ബിലാ ഗുന്ന ചെയ്യരുത് എന്നർത്ഥമാണ്. അവിടെ സക്ത കൊടുക്കണം. വഖീല മൻ റാഖ്. സക്ത എന്ന് പറഞ്ഞാൽ മന്നിന് ശേഷം അല്പം നിർത്തിയിട്ട് ശ്വാസം വിടാതെ റാഖ് എന്ന് പറയണം. മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ധാരണ. 3 നിയമങ്ങളാ പറഞ്ഞത്. ഒന്നാമത്തെ ഇൽഹാർ, രണ്ടാമത്തേത് ഇദ്ഗാം ബി ഗുന്ന, മൂന്നാമത്തേത് ഇദ്ഗാം ബിലാ ഗുന്ന. ക്ലിയർ അല്ലേ അത്? ഇനി സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെ ശേഷം ബ എന്നൊരക്ഷരം വന്നു കഴിഞ്ഞാൽ, സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെ ശേഷം ബ എന്നൊരക്ഷരം വന്നു കഴിഞ്ഞാൽ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മറിച്ചിട്ട് മണിച്ചിട്ട് ഓതണം. സിമ്പിൾ. സുക്കൂനുള്ള നൂനിന്റെയോ തൻവീന്റെ ശേഷം ബ എന്നൊരക്ഷരം വന്നു കഴിഞ്ഞാൽ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനിനെ മീമാക്കി മറിച്ചിട്ട് മണിച്ചിട്ട് ഓതണം. നിയമം 4 ഇഖ്ലാബ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മറിക്കുക എന്നർത്ഥം. അപ്പൊ നമ്മൾ എന്താക്കുന്നു? ഇവിടെ സുക്കൂനുള്ള നൂനിനെയും തൻവീനെയും മീമാക്കി മറിക്കുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? മനസ്സിലായോ?
ആ മനസ്സിലായി. സുക്കൂനുള്ള നൂനിന് ശേഷം ബാ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? സുക്കൂനുള്ള നൂനിനെ മീമാക്കി മറിച്ചു. തൻവീന് ശേഷം ബാ വന്നു. അപ്പോൾ എന്ത് ചെയ്തു? തൻവീനിനെ മീമാക്കി മറിച്ചു. ഉദാഹരണം നോക്കി നോക്ക്. അംബിഉഹും അംബൂരിക് സമീഉം ബസീർ ലയുംബദൻ മിൻ ബഅദ് സൗജിൻ ബഹീജ്. ഇവിടെ ഇഖ്ലാബ് ചെയ്യണം എന്നതിൻ്റെ അടയാളമാണ് സുക്കൂനുള്ള നൂനിൻ്റെ മുകളിൽ എന്തുണ്ടാവും? ഒരു കുട്ടി വാൽമാക്രി മീമിട്ട് കൊടുത്തിട്ടുണ്ടാകും. തൻവീൻ്റെ മുകളിൽ എന്തുണ്ടാവും? തൻവീനാകുമ്പോൾ ഫതഹിൻ്റെ തൻവീനാണെങ്കിലും കസറിൻ്റെ തൻവീനാണെങ്കിലും ലമ്മിൻ്റെ തൻവീനാണെങ്കിലും ഫതഹിൻ്റെ തൻവീനാകുമ്പോൾ ഒരു ഫതഹും ഒരു മീമും, കസറിൻ്റെ തൻവീനാകുന്ന സമയത്ത് ഒരു കസറും ഒരു മീമും, ലമ്മിൻ്റെ തൻവീനാകുന്ന സമയത്ത് ഒരു ലമ്മും ഒരു മീമും വാൽമാക്രി മീമും ഉണ്ടാവും. അപ്പോൾ അതെന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഇവിടെ ഇഖ്ലാബ് ചെയ്യണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. മീമാക്കി മറിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇദ്ഗാമിലും മാത്രമാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിൽ വരൽ അനുവദനീയമല്ലാത്തത് ഏത് മാത്രമേ ഉള്ളൂ? ഇദ്ഗാം മാത്രമേ ഉള്ളൂ. ഇഖ്ലാബ് ആണെങ്കിലും ഇൽഹാർ ആണെങ്കിലും ഇഖ്ഫ ആണെങ്കിലും സുക്കൂനുള്ള നൂനിന് ശേഷം അതേ പദത്തിലും വരാം, സുക്കൂനുള്ള നൂനിന് ശേഷം അടുത്ത പദത്തിലും വരാം. ഇദ്ഗാമിൽ മാത്രം ഒരേ പദത്തിൽ വരാൻ പറ്റൂല. അങ്ങനെ ഒരേ പദത്തിൽ വന്ന 4 പദങ്ങളാണ് ഖുർആനിലുള്ളത്. ആ 4 പദങ്ങൾ ഇൽഹാറാ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ക്ലിയർ അല്ലേ? അത് ക്ലിയർ അല്ലേ? എന്റെ ഉപ്പാന്റെ പെങ്ങളെ ഭർത്താവ് മരണപ്പെട്ടു ഇന്ന് രാവിലെ. ഉപ്പാന്റെ പെങ്ങളെ ഭർത്താവ് അമ്മായിന്റെ ഭർത്താവാ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വഅദ്ഖിൽഹുൽ ജന്നത മഅൽ അബ്റാർ ബിഗൈരി ഹിസാബ്. ഇൻഷാഅല്ലാഹ് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. പ്രായമായിട്ട് മരണപ്പെട്ടതാ? രോഗം? അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല പ്രായം ഉണ്ടാവില്ല അത്യാവശ്യം? കുറച്ച് പ്രായം 60 വയസ്സിന് മേലെ ഉണ്ടാവും. 60-70 ഇടയിൽ ഉണ്ടാവും. അത്രേ കൂടുതൽ. അഅ്മാറു ഉമ്മത്തി ബാബൈന സിത്തീന വസബഈനാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അഅ്മാറു ഉമ്മത്തി ബൈന സിത്തീന വസബഈൻ. എൻ്റെ ഉമ്മത്തിൻ്റെ ശരാശരി പ്രായം 60-70 ഇടയിലാണ്. റസൂലുള്ളാഹി തങ്ങൾ 61 വയസ്സല്ലേ? 70-നേക്കാൾ കൂടുതൽ ബോണസാണ് എല്ലാവർക്കും. എന്തായാലും ഇൻഷാല്ലാഹ് ജീവനുള്ള കാലത്തോളം, ഹയാത്തിലുള്ള കാലത്തോളം ആഫിയത്ത് വേണം. ആഫിയത്തില്ലാത്ത ആയുസ് വേണ്ട. നമ്മൾ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസിന് വേണ്ടിയാണ് ദുആ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ആഫിന എന്നാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ആഫിയത്തില്ലാത്ത ദീർഘായുസ് അപകടമാണ്. മറ്റുള്ളവർക്കൊരു ബാധ്യതയായിത്തീരും. നമ്മൾ ഒരാൾക്കും ബാധ്യതയാവാതെ, മക്കൾക്കോ ആർക്കും ബാധ്യതയാവാതെ റാഹത്തായിട്ട് കഴിഞ്ഞു പോകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ പോകുമ്പോഴാണ് എന്താണ് ശരിക്കും നമുക്കും റാഹത്ത്, ബാക്കിയുള്ളവർക്ക് വിഷമം ഉണ്ടാവും, എല്ലാവരും മനസ്സിന് നമ്മളുണ്ടാവും അല്ലേ? നമ്മൾ ആരോഗ്യമുള്ള സമയത്ത്, ആഫിയത്തുള്ള സമയത്താണ് നമ്മൾ മരണപ്പെട്ടു പോയെങ്കിൽ എല്ലാവരും മനസ്സിൽ നമ്മളുണ്ടാവും, സജീവമായിരിക്കുന്ന സമയത്ത്. നമ്മൾ കുറേ കടന്ന് ബുദ്ധിമുട്ടായി മരണപ്പെട്ടു പോയാൽ ആ കിടക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടും തന്നെയാണ്, പെട്ടെന്ന് മനസ്സിൽ നിന്ന് മായം ചെയ്യും. അപ്പോൾ ഈ 4 നിയമങ്ങൾ ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആക്കണം. ഞാൻ ഗ്രൂപ്പിൽ അയച്ചിട്ടുമുണ്ട്. ഇൽഹാർ, ഇദ്ഗാം ബിഗുന്ന, ഇദ്ഗാം ബിലാ ഗുന്ന, ഇഖ്ലാബ്. അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു, അക്ഷരങ്ങൾ പറഞ്ഞു, ഒക്കെ പറഞ്ഞു. 13 അക്ഷരങ്ങളായി. അറബിയിൽ 13 അക്ഷരങ്ങൾ ക്ലിയറായി. ഇൽഹാറിൻ്റെ 6, ഇദ്ഗാം ബിഗുന്നയുടെ 4 10, ഇദ്ഗാം ബിലാ ഗുന്നയുടെ 2 12, ഇഖ്ലാബിൻ്റെ 1 13. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.